സമൂസ കഴിക്കാൻ ഒരു ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ? ഫില്ലിങ് എന്തായാലും ശരി, സമൂസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ്. അപ്പം ഇത് തയ്യാറാക്കണമെന്ന് തോന്നിയാൽ റാപ്പ് മേടിക്കാനായിട്ട് ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 to 2 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കാം. അപ്പോൾ അതൊരു 1/2 കപ്പും ഒരല്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് കുഴച്ച് നന്നായി കുഴച്ചോടെ മാറ്റി വയ്ക്കണം ഒരു അരമണിക്കൂർ. അതിനുശേഷം അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ഉരുളകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും പൊടി വിതറി ഒരു പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തിയുടെ വട്ടത്തിൽ പരത്തിയെടുക്കാം. അപ്പം അങ്ങനെ 8 എണ്ണം പരത്തി കഴിഞ്ഞു. ഇനി ഓരോ പരത്തിയ ആ മാവെടുത്ത് അതിൻ്റെ മേലെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്യണം. പ്രത്യേകിച്ച് വശങ്ങളിൽ നന്നായിട്ട് പരട്ടി കൊടുക്കണം. ഇനി അതിൻ്റെ മേലെ കുറച്ച് പൊടി, അതായത് മൈദ വിതരണം. വീണ്ടും അതിൻ്റെ മേലെ ഒരു ചപ്പാത്തി വെച്ച് ഓയിൽ, പിന്നെ പൊടി, പിന്നെയും ഒരു ചപ്പാത്തി, ഓയിൽ, പൊടി. അങ്ങനെ 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 4ാമത്തെ വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പൊടി വിതറി 4ഉം കൂടെ ഒന്നിച്ച് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാനിൽ ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഈ പരത്തി വെച്ചത്, അതായത് 4 എണ്ണം കൂടെ ഒന്നിച്ച് പരത്തിയത് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ബലം വെക്കുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് എടുക്കാം. ഇനി അപ്പോൾ വശങ്ങളൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് കീറാതെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം അടർത്തി കഴിഞ്ഞു. ഇനി സമൂസയുടെ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിത് അധികം നീളം കൊടുത്തിട്ടില്ല, കാരണം ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് സമൂസ ഫില്ലിങ് അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഫില്ലിങ്ങും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പം മാവ് കുറേ ഇങ്ങനെ ചുറ്റൽ കൂടുമ്പോൾ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും മതി ശരിക്കും. അങ്ങനെ ഇത് സമൂസയുടെ ആ ഒരു വീതിക്ക് നീളത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രിഡ്ജിലാണെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരുന്നോളൂ. അപ്പോൾ സമൂസ കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം.